ഇന്ന് നമ്മൾ മുട്ട വേവിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കുറേ മിസ്റ്റേക്സും അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടാണോ നമ്മൾ മുട്ട കുക്ക് ചെയ്യാറുള്ളത്, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മുട്ട പലതരത്തിൽ കുക്ക് ചെയ്തെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? അപ്പോൾ ഇത്തരത്തിൽ മുട്ട എങ്ങനെ വളരെ പെർഫെക്റ്റ് ആയിട്ട് പല രീതിയിൽ പല ടേസ്റ്റിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം എന്നുള്ള ടിപ്പും ട്രിക്സും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കാം. നമുക്ക് ഈ ഒരു ടിപ്പ് കണ്ടു നോക്കാം. മുട്ട വേവിക്കാനായിട്ട് ആദ്യം തന്നെ ഞാനൊരു സ്റ്റീലിൻ്റെ കുക്കർ വെച്ചിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ മുട്ട വെച്ച് കൊടുക്കുന്നത്. സ്റ്റീലിൻ്റെ കുക്കർ എടുക്കാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലൂമിനിയത്തിൻ്റെ കുക്കർ എടുക്കുകയാണെങ്കിൽ അതിൽ നമ്മുടെ മുട്ടയുടെ കാൽഷ്യം റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കളറൊക്കെ വ്യത്യാസം വന്നു പോകാറുണ്ട് കേട്ടോ മുട്ടേൻ്റെ തോടിനൊക്കെ. അതുകൊണ്ടാണ് നോൺ റിയാക്റ്റീവായിട്ടുള്ള സ്റ്റീൽ തന്നെ എടുക്കാൻ പറയുന്നത്. ഇനി നമുക്കതിനകത്തോട്ട് മുട്ട വെച്ച് കൊടുക്കാം. മുട്ട ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് തണുപ്പ് മാറ്റിയെടുത്തിട്ടുള്ളതാണ്. നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. എന്നിട്ട് മുട്ട മുങ്ങി കിടക്കാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടുതൽ ഒഴിച്ചാൽ കുക്കിംഗ് ടൈം കൂടാനും ഓവർ കുക്ക് ആവാനും ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പും 1 സ്പൂൺ വിനാഗിരിയും കൂടെ ചേർക്കാം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടൻ്റെ തോല് പെട്ടെന്ന് പൊളിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർക്കുന്നത്. വിനാഗിരി ഓപ്ഷനാണ്, പക്ഷേ ഉപ്പ് എന്തായാലും ചേർക്കണം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ വിസിൽ വരുത്തിക്കേണ്ടത്. ഫ്ലെയിം ഒരിക്കലും കുറയ്ക്കാനൊന്നും പാടില്ല. ഹൈ ഫ്ലെയിമിൽ തന്നെ വിസിൽ വരുത്തിക്കണം. ഒറ്റ ഒരു വിസിൽ വന്ന് കഴിയുമ്പം തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ട് ഉടനെ തന്നെ ഇതിലെ പ്രഷറെല്ലാം തന്നെ നമ്മൾ പോക്കിയെടുക്കണം. അല്ലാതെ നമ്മൾ പ്രഷർ പോകാൻ വേണ്ടി തനിയെ പ്രഷർ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ മുട്ട ഫുള്ളായിട്ട് കുക്കായി പോകുന്നതാണ്. അപ്പം ഞാനിപ്പോൾ പ്രഷറെല്ലാം പോക്കിയിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, മുട്ട പൊട്ടിയിട്ടൊന്നുമില്ല. നിങ്ങൾ മുട്ട ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് ക്രാക്കൊന്നും ഉണ്ടാവാൻ പാടില്ല. ക്രാക്ക് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തൂടെ മുട്ടയുടെ ഉള്ളിലുള്ള അതെല്ലാം വന്നിട്ട് ബോയിലായിട്ട് നല്ല വൃത്തികേടായിട്ടുണ്ടാകും. ടേസ്റ്റിലും നല്ല ഡിഫറൻസ് വരും കേട്ടോ. പൊട്ടൊന്നും ഇല്ലാത്ത മുട്ട ഇതിലേക്ക് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണം, കുക്കറിലേക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഉടനെ തന്നെ ഈ മുട്ട എടുത്തിട്ട് പച്ചവെള്ളത്തിലേക്ക്, നല്ല തണുത്ത വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഐസ് വാട്ടർ ഒന്നും നിർബന്ധമില്ല, നല്ല പച്ചവെള്ളം തന്നെ വേണം. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ചൂടെല്ലാം തന്നെ ഈ വെള്ളം അബ്സോർബ് ചെയ്തെടുക്കും. അപ്പം മുട്ടയുടെ കുക്കിംഗ് കുറയും. അല്ലെങ്കിൽ മുട്ട അതിനകത്ത് ഇരുന്ന് തന്നെ കുക്കാവുന്നതാണ്. നല്ല ചൂടാണല്ലോ, അപ്പോൾ അതിൽ തന്നെ ഇതൊന്നും കൂടെ വേവും, അപ്പോൾ ടെക്സ്ചർ മാറും. അതുകൊണ്ടാണ്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ തോലൊക്കെ പൊളിച്ചിട്ട് പച്ചവെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇങ്ങനെ പച്ചവെള്ളത്തിലിട്ടാൽ മതി. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ, മുട്ടയുടെ ഇതെന്ന് വെച്ചാൽ മുട്ടയുടെ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഏത് ടൈപ്പാണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറയുന്നതാണ്. ഇത് കണ്ടോ, ഈ ഒരു മുട്ട കണ്ടില്ലേ, ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എഗ്ഗാണ്. ഇതിന് കുക്കിംഗ് ടൈം വളരെ കുറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു മുട്ട കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ എഗ്ഗൊക്കെ കുക്കായിട്ടില്ല. ഇത് നമുക്ക് വലിയ ആളുകൾക്കൊക്കെ കഴിക്കാം, പക്ഷേ കുട്ടികൾക്ക് കൊടുക്കുന്ന അത്ര നന്നായിട്ടുണ്ടാവില്ല. പിന്നെ ചില സൂപ്പുകളിലും സലാഡുകളിലും ഒക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ പൊതുവേ ഇത് അത്ര അങ്ങനെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്നല്ല. കാരണം റണ്ണി യോക്ക് ആയതുകൊണ്ട് തന്നെ രാമൻ സൂപ്പിലൊക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇതാണേ. ഈ അടുത്തത് ഞാൻ കാണിച്ചു തരാം. ഇത് എന്ന് പറയുന്നത് മീഡിയം ബോയിൽഡ് ആയിട്ടുള്ള എഗ്ഗാണ്. അതായത് അതിൻ്റെ എഗ് യോക്ക് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നതും എഡിബിൾ ആയിട്ടുള്ളതും അത് കഴിക്കാൻ ഏറ്റവും ബെസ്റ്റും ഇതാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനും വലിയ ആളുകൾക്കൊക്കെ കൊടുക്കാനും നല്ല ടേസ്റ്റും ഇത് തന്നെയാണ്. യോക്ക് നല്ല ക്രീം ജാം പോലെ ഉണ്ടാവും. എഗ് യോക്ക് സെൻറ്ററിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് സലാഡിലും സാൻഡ്വിച്ചും ബർഗർ ഫില്ലിംഗ് ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ്. ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരാം. ഇതെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹാർഡ് ബോയിൽഡാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. ഇതിന് കുക്കിംഗ് ടൈം ഏറ്റവും കൂടുതലുള്ളതാണ് ഹാർഡ് ബോയിലായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന മെത്തേഡിൽ പ്രഷർ നിങ്ങൾ 2-3 പ്രഷർ വരുത്തിയാൽ ഇങ്ങനെയായിരിക്കും കുക്കിംഗ് ഇത് കിട്ടുന്നത്. ഇത് നമ്മൾ കൂടുതലും പക്കോട ഉണ്ടാക്കാനും മുട്ടക്കറിയിലേക്കും അതുപോലെ തന്നെ നമ്മൾ മയോണൈസൊക്കെ ഉണ്ടാക്കാനാണെങ്കിലും ഈ ഒരു ഹാർഡ് ബോയിൽഡാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൽ കൂടുതൽ ഞാൻ മുട്ട വേവിക്കാറില്ല. വീട്ടിലാരും കഴിക്കാറുമില്ല, വീട്ടിലാർക്കും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടാണ്. ഇനി ഞാൻ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയ മെത്തേഡിൽ കിട്ടുന്ന എഗ്ഗ് ഏതാണെന്ന് കാണിച്ചു തരാം. ഞാൻ ഉണ്ടാക്കിയ മെത്തേഡ് ഞാൻ കാണിച്ചു തന്ന മെത്തേഡിൽ കിട്ടുന്നത് ഈ ഒരു എഗ്ഗാണ് കേട്ടോ. അതായത് മീഡിയം സോഫ്റ്റ് ബോയിൽഡ് എഗ്ഗാണ്. അതായത് ഉള്ളിൽ നല്ല ഊസി ആയിരിക്കും, എന്നാൽ കുറച്ച് കുക്കായിട്ടുണ്ട്. യോക്ക് കംപ്ലീറ്റ് ആയിട്ടും കുക്കായിട്ടും ഇല്ല. ഞങ്ങളുടെ ഫാമിലി ഫേവറേറ്റ് ഈ ഒരു എഗ്ഗാണേ. ഇത് 1 ഇയറിൽ താഴെയുള്ള മക്കൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല, പക്ഷേ സലാഡ്സിലും സൂപ്പിലും ഒക്കെ നല്ലത് തന്നെയാണ്. ബ്രെഡിൻ്റെ കൂടെയും ബെസ്റ്റാണ്.
അപ്പോൾ ഈ ചെയ്ത മെത്തേഡിൽ തന്നെ നിങ്ങൾ ടൈമിങ്ങിൽ കുറച്ച് കുറയ്ക്കുകയാണെങ്കിൽ സോഫ്റ്റ് ബോയിൽഡ് ആയിട്ടുള്ള എഗ്ഗ് ആയിരിക്കും കിട്ടുക. അതായത് പെട്ടെന്ന് തന്നെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ വിസിൽ പോക്കി അതിനകത്തുനിന്ന് പെട്ടെന്ന് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ് ബോയിൽഡ് ആയിട്ടുള്ള എഗ്ഗാണ് കിട്ടുക, തണുത്ത വെള്ളത്തിലിടാതെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ. അതല്ല നിങ്ങൾ 2 വിസിലൊക്കെ വരുത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാർഡ് ബോയിൽഡ് ആയിട്ടാണ് കിട്ടുക. 2 വിസിൽ വരുത്തി പ്രഷറൊക്കെ പോയതിന് ശേഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മീഡിയം ബോയിൽഡ് ആയിട്ടുള്ള എഗ്ഗ് ആയിരിക്കും കിട്ടുക കേട്ടോ. അപ്പം പ്രഷർ പോകാതെ വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് ബോയിൽഡ് ആയിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ ഇതാണ് കേട്ടോ മെത്തേഡ്. അപ്പോൾ ഇങ്ങനെ ഇവിടെ എല്ലാവർക്കും മീഡിയം സോഫ്റ്റ് ബോയിൽഡ് എഗ്ഗാണ് കേട്ടോ ഇഷ്ടമുള്ളത്. അത് നന്നായിട്ട് പെപ്പറൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ട്രിക്ക് ഉപയോഗിച്ച് സമയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വേരിയേഷൻസ് ഒക്കെ വരുത്തിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മുട്ട തയ്യാറാക്കി നോക്കൂ കേട്ടോ. ഈ മെത്തേഡിൽ തന്നെ ചെയ്ത് നോക്കുക. ചെറുതായിട്ട് ടൈമിങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിഫറൻസ് വന്നേക്കാം. നിങ്ങൾക്ക് മുട്ട എങ്ങനെ പുഴുങ്ങി കഴിക്കാനാണ് ഇഷ്ടം എന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ ബൈ. താങ്ക് യു.